കണ്ണൂർ ആറളം ഫാമിൽ നമുക്കറിയാം ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം. സംഭവത്തിൽ വലിയ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. രാത്രി വരെ നീണ്ട പ്രതിഷേധത്തിന് ഒടുവിലാണ് മൃതദേഹം പരിയാരത്തേക്ക് മാറ്റിയത്. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആറളത്ത് UDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താലും അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരുമെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, വലിയ പ്രതിഷേധമാണ്. അത് ഇപ്പോൾ ഹർത്താലിലേക്കൊക്കെ എത്തുന്ന പശ്ചാത്തലമുണ്ട്. ദാരുണമായ സംഭവമാണ്. ഏതു തരത്തിലാണ് ആ ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത്? കാട്ടാന ആക്രമണം സ്ഥിരമായി സംഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആറളം ഫാം. നമുക്കറിയാം, വലിയ ഭീതിയിൽ ജനം ജീവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. എന്താണ് ജനം ആവശ്യപ്പെടുന്നത്? തീർച്ചയായും രഞ്ജിത്തെ, ഈ ആറളത്ത് ഇത് സംബന്ധിച്ച്, അതായത് വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും BJPയും അതുപോലെ തന്നെ UDFും ആഹ്വാനം ചെയ്ത ഹർത്താൽ അത് ആരംഭിച്ചിരിക്കുന്നു. വാഹനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നാണ് ഈ ഹർത്താൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും പ്രതിഷേധം ഇന്നും തുടരും. എന്തായാലും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. അതായത് 18ഓളം പേരുടെ ജീവനാണ് ഇത്തരത്തിൽ കാട്ടാന അപഹരിച്ചത്. ഏറ്റവും ഒടുവിലായി രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളിയുടെയും ലീലയുടെയും ആ വൃദ്ധ ദമ്പതികളുടെ, ആദിവാസി ദമ്പതികളുടെ മരണം. അതെന്തായാലും ഇന്നലെ വലിയ പ്രതിഷേധമായിരുന്നു. രാത്രി 12 മണിവരെ ആ പ്രതിഷേധം നീണ്ടു നിന്നു. പ്രധാനമായും ജില്ലാ കലക്ടർ നേരിട്ടെത്തണമെന്നൊരു ആവശ്യമായിരുന്നു ഈ പ്രദേശവാസികൾ ഉന്നയിച്ചത്. വലിയ തോതിൽ പടിപെട്ടാണ് ഏറ്റവും ഒടുവിൽ 12 മണിയോടുകൂടി മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ സാധിച്ചത്. ഏതായാലും 11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം ഇവിടത്തേക്ക് എത്തിക്കാനാണ് ആലോചനയുള്ളത്. അതിനിടയിലാണ് ഈ സർവകക്ഷി യോഗം ഇപ്പോൾ ചേരുന്നത്. പ്രധാനമായും ഈ ആനമതിൽ നിർമ്മാണം അത് പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ സോളാർ ഫെൻസിങ്, അടിക്കാട് കൂടുതലുള്ളത്, ഇതൊക്കെ വലിയ തോതിൽ ഈ ഭാഗത്ത് ഇവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഒരു ആദിവാസി പുനരധിവാസ മേഖലയാണ്. ഈ മേഖലയിൽ ഇവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്നാണ് ഇവർ പറഞ്ഞത്. അതായത് വീടിന് തൊട്ട് സമീപത്തൊക്കെ ആനകളെ കാണാം. അതായത് 40ഓളം ആനകൾ ഉണ്ടെന്ന് വനം വകുപ്പ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് 40ഓളം ആനകൾ ഈ പ്രദേശത്തുണ്ട് എന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇന്നലെ വളരെ ദാരുണമായ സംഭവം, ഒരു 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. വീടിന് തൊട്ട് സമീപത്ത് ഈ കശുവണ്ടി പെറുക്കാൻ പോകുന്നതിനിടയിലാണ് ഈ വെള്ളിയുടെയും ലീലയുടെയും ഈ കാട്ടാന ആക്രമണത്തിൽ ഉള്ള മരണമുണ്ടാവുന്നത്. ആദ്യം ലീലയെ ഈ കാട്ടാന ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അതിനിടയിൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വെള്ളിയെയും ആന അതിക്രൂരമായി ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ഇന്നലെ കണ്ടതാണ്. ആ മൃതദേഹം ദൃശ്യങ്ങൾ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ വലിയ തോതിൽ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച് ഒരു ഉറപ്പുകൾ ലഭിച്ചാൽ പോരാ, ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ആ രീതിയിൽ ഇന്നത്തെ യോഗം വളരെ നിർണായകവുമാണ്. ഈ ആറളത്തെ ഈ സംഭവം ഇനി വരും ദിവസങ്ങളിൽ ഈ കാട്ടാന ആക്രമണം, അതുപോലെ തന്നെ വന്യമൃഗ ശല്യം ഇല്ലാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, അതൊക്കെ ഈ യോഗത്തിലുണ്ടാവും. വനം മന്ത്രി നേരിട്ടെത്തിയാണ് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നത്. ഏതായാലും ഹർത്താലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ സമാധാനപരമായ ഹർത്താലായിരിക്കുമെന്ന് BJPയും UDFും പറയുന്നുണ്ടെങ്കിലും വരും സമയങ്ങളിൽ, വരും മണിക്കൂറുകളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവാനാണ് സാധ്യത. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ബൈജു, നമുക്കറിയാം സംസ്ഥാനത്ത് ഉടനീളം ഈ കാട്ടാന ആക്രമണം, അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം, പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിലൊക്കെ അത് സംഭവിക്കുന്നുണ്ട്. ഇനി വേനൽക്കാലമാണ്. വേനൽക്കാലം ശക്തമായിട്ടുണ്ട്. കുടിവെള്ളമൊക്കെ തേടി ആനകൾ നാട്ടിലിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭക്ഷണവും മറ്റും തേടി ഈ ആറളം ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കശുവണ്ടി ശേഖരിക്കാനും, നേരത്തെ പറഞ്ഞതുപോലെ ജീവനോപാധികൾക്കും മറ്റും ആദിവാസികളും മറ്റു ജനവിഭാഗങ്ങളും ഒക്കെ ഇറങ്ങുന്നൊരു പ്രദേശമാണ്. ഇവിടെ സ്ഥിരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുമുണ്ടല്ലോ. ഫെൻസിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾ ജനങ്ങൾ വളരെ കാലമായി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊന്നും ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ജനത്തിൻ്റെ തീരുമാനം എന്താണ്? അവരുടെ പ്രതിഷേധം വലിയ ശക്തമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ ആന ഇനിയും ഈ മേഖലയിൽ എത്താനുള്ള സാധ്യതകൾ ഇനിയും ഏറെയല്ലേ? രഞ്ജിത്തെ, തീർച്ചയായും ഇപ്പോഴും വലിയ തോതിലുള്ള ഭീതി തന്നെയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. കാരണം ഏത് സമയത്തും ഈ കാട്ടാനക്കൂട്ടങ്ങൾ ഇവിടെ എത്താം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കശുവണ്ടി സീസണാണ്. ഈ കശുവണ്ടി സീസൺ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആനകൾ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ പ്രദേശത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക്, നമ്മൾക്ക് പോലും ഈ ഭാഗത്ത് ഈ സമയത്തൊന്നും പോകുന്നത് അപകടകരമെന്നാണ് വനം വകുപ്പ് പോലും പറയുന്നത്. വനം വകുപ്പിന്റെ ഓഫീസ്, അതുപോലെ തന്നെ RRT, ഇവരൊക്കെ ഈ ഒരു ഓഫീസിന് തൊട്ട് അടുത്തുള്ള ഒരു 100 മീറ്റർ മാത്രം മാറിയാണ് ഈ ലീലയുടെയും വെള്ളിയുടെയും
മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഈ പ്രതിഷേധക്കാരെ കൂടുതൽ ഇന്നലെ ആ ഒരു സംഘർഷത്തിലേക്ക് വരെ നീങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. RDO എത്തിയപ്പോൾ അവർ മൃതദേഹങ്ങൾ കാണണമെന്ന് വാശി പിടിക്കുകയും പിന്നീട് മൃതദേഹം ഒരു ആംബുലൻസിലായിരുന്നു 2 മൃതദേഹങ്ങളും ഉണ്ടായിരുന്നത്. ആദ്യം മൃതദേഹം തന്നെ അത് ഒരുപക്ഷെ നമുക്കിവിടെ വിവരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ അത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു ആക്രമണമായിരുന്നു. അത് കണ്ടതിന് ശേഷം രണ്ടാമത്തെ മൃതദേഹം കാണാൻ പോലും RDO തയ്യാറല്ല. കാരണം അത് അത്രത്തോളം ഹൃദയഭേദകമായിരുന്നു. അതിനുശേഷം വലിയ പ്രതിഷേധമുണ്ടായി. ഈ സബ് കളക്ടറെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സണ്ണി ജോസഫിനെ MLA തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ നാട്ടുകാർ പറയുന്നത് ഇവിടെ ഓരോ ദിവസവും ഓരോ സമയത്തും ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ മരണം നടക്കുമ്പോൾ തങ്ങൾക്ക് ഉറപ്പുകൾ നൽകും, പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ സോളാർ ഫെൻസിങ് അത് അടിയന്തരമായി ഉണ്ടാകണം. ഈ കാട്ടാനകളെല്ലാം ഇവിടെ നിന്നും തുരത്തണം. കൂടാതെ ആനമതിലിന്റെ നിർമ്മാണം അത് വലിയ തോതിൽ പദ്ധതി പ്രഖ്യാപിച്ചു ആണ്. അത് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അത് പൂർത്തിയാക്കാനുള്ള 11 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ആനമതിൽ നിർമ്മാണമുള്ളത്. അത് പൂർത്തീകരിക്കാനുള്ള നടപടി ഉണ്ടാണ്. ഈ കാര്യത്തിൽ വനം വകുപ്പ് മന്ത്രിയും പറഞ്ഞത് ഇതിൽ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഏകോപന കുറവുണ്ടായോ എന്ന കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടാകുന്നൊക്കെ വനം മന്ത്രി പറയുമ്പോഴും നാട്ടുകാർ ഇതിലൊന്നും തൃപ്തരല്ല. അവരുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയാണ്. ഏത് സമയത്തും കാട്ടാനാക്രമണം ഉണ്ടാകുമെന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. ഉറപ്പുകൾ നൽകാതെ ഇത് ഇത്തരത്തിലുള്ള കൃത്യമായ നടപടികൾ ആരംഭിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം ഇന്ന് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നീട് 10 ലക്ഷം രൂപ മറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ നൽകുമെന്നും ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ഈ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്ന് മരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഉദ്യോഗസ്ഥരെത്തുന്നല്ലാതെ കാര്യമായി തങ്ങളെ തിരിഞ്ഞു നോക്കുന്നതിനാണ് ആദിവാസി സമൂഹം ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ വലിയ പ്രതിഷേധവുമായി ഇന്നലെ രംഗത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിലും കൂടുതൽ പോലീസിനെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംഘർഷ സാധ്യത ഇന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഏതായാലും ഇന്നും പ്രതിഷേധം എന്തായാലും കൂടുതൽ ശക്തമായി തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മൃതദേഹം എത്തുമ്പോഴൊക്കെ ഏത് രീതിയിലാണ് അപ്പോഴേക്കും ഈ സർവകക്ഷി യോഗത്തിൽ വരുന്ന തീരുമാനങ്ങൾ ഇത് സംബന്ധിച്ച നിർമ്മാണം എന്ന് ആരംഭിക്കും, ഇതൊക്കെ ഒരു വ്യക്തത ഉണ്ടാകണം. ആ കാര്യത്തിൽ വാക്കുകൾ നൽകുന്നതിനപ്പുറം പ്രവൃത്തികൾ തുടങ്ങണമെന്ന് തന്നെയാണ് ആദിവാസികൾ പറയുന്നത്. ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് തന്നെയാണ് പറയുന്നത്. അതായത് 20ഓളം പേരാണ് ഇപ്പോൾ 8 വർഷത്തിനിടെ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. 40ഓളം കാട്ടാനകൾ ഈ പ്രദേശത്ത് ഇപ്പോഴും തമ്പടിച്ച് നിൽക്കുന്നു. ഇതിനെ ഉൾക്കുളത്തിലേക്ക് തുരുത്തണം എന്നൊരു ആവശ്യമുണ്ട്. ഏതായാലും അത്തരം നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുമോ അതൊക്കെ നിർണായകം തന്നെയാണ്. ഈ പ്രതിഷേധം ഏതായാലും ഇതിന് ഒരു നടപടികൾ ആരംഭിച്ചാൽ മാത്രമേ പ്രതിഷേധത്തിൽ നിന്നും ഒരു അയവ് ഉണ്ടാകൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത്രത്തോളം ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. RDO എത്തിയപ്പോഴൊക്കെ വലിയ തോതിൽ വാഹനങ്ങൾ തടയുകയും പോലീസിന് വലിയ പാടുപെട്ടാണ് അവരെ അവിടെ നിന്നും തിരിച്ചയക്കേണ്ട സാഹചര്യമുണ്ട്. ജില്ലാ കളക്ടർ നേരിട്ടെത്തണമെന്നൊരു ഒരു നിർബന്ധം ഈ നാട്ടുകാർ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോലീസുമായി നടത്തിയ ചർച്ചയിലാണ് ഏറ്റവും ഒടുവിലായി ഇവരെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞെന്നും മൃതദേഹങ്ങൾ പരിയാരത്തേക്ക് മാറ്റാൻ സാധിച്ചു. ഏതായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. 11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഉച്ചയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ ഇവർക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഏതായാലും ആറളത്ത് വലിയ പ്രതിഷേധം തുടരുകയാണ്. ഹർത്താലടക്കമുള്ള നടപടികളിലേക്ക് നാട്ടുകാർ കടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പതിവ് പോലെ കാട്ടാന ആക്രമണം തന്നെയാണ് ഈ മേഖലയിൽ ഭീതി പരത്തുന്നത്. കാസർഗോഡ് കൊളത്തൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ഫോറസ്റ്റ് യാർഡിലേക്ക് മാറ്റി. 5 വയസ്സുള്ള പെൺപുലിയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ കൊളത്തൂർ നെടുവോട്ട് പുലിക്കൂട്ടിൽ കുടുങ്ങിയത്. ഡോക്ടർമാരുടെ സംഘമെത്തി പുലിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചതിന് ശേഷം ഉൾവനത്തിൽ തുറന്നുവിടാനാണ് തീരുമാനം. KV ബൈജു തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും. ബൈജു, വിവരങ്ങൾ. രജിത്തെ, ആറളത്ത് വലിയ തോതിലുള്ള കാട്ടാന ആക്രമണമാണെങ്കിൽ കാസർഗോഡ് നിന്നും വരുന്ന വാർത്ത പുലിയാണ്. ഈ പ്രദേശത്ത് 4ഓളം പുലികളുണ്ടെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ വ്യക്തമാക്കിയതാണ്, നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഈ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങുന്നത്. വലിയ 6 വയസ്സോളമുള്ള പെൺപുലിയാണ് കുടുങ്ങിയത്. ഇന്നലെ രാത്രി തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ കൂടും ഉൾപ്പെടെ പുലിയെ ഫോറസ്റ്റ് യാർഡിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഈ പ്രദേശത്ത് ഇപ്പോഴും പുലികൾ ഉണ്ട്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ 4ഓളം പുലികൾ ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഈ കൂട് വെച്ചതിന് തൊട്ടടുത്തായി ഒരു തുരങ്കത്തിൽ പന്നിക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങിയത്. മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ പുലിയെ മയക്കുവെടി വെക്കുന്നതിനിടയിൽ അത് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ആ പുലി തന്നെയാണോ ഇപ്പോൾ ഈ കൂട്ടിലകപ്പെട്ടതെന്ന കാര്യം ഫോറസ്റ്റ് അധികൃതർ പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി തന്നെ ഈ പുലിയെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് വലിയ ആശങ്കയുണ്ട്, വലിയ ഭീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. കാരണം 700ഓളം വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം ഇതിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ പുലിശല്യമായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്ര ആക്രമണകാരിയായ ഒരു പുലിയാണ് ഇതെന്ന്. അത്ഭുതകരമായാണ് ഒരു സ്ത്രീ ഇതിൽ നിന്നും രക്ഷപ്പെട്ടത്. കാരണം അവർ മോട്ടറിന്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്ന സമയത്താണ് വലിയ ശബ്ദം കേൾക്കുന്നതും ഈ തുരങ്കത്തിന്റെ ഇടയിൽ ഇത്തരത്തിൽ പുലിയെ കണ്ടെത്തുന്നതും പിന്നീട് ഫോറസ്റ്റിന്റെ പേര് മറിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് സംഘം എത്തി ഇതിനെ മയക്കുവെടി വെക്കാൻ ശ്രമിക്കുന്നതിനുള്ളിൽ അത് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സമയത്ത് എന്നാലും ഈ പ്രദേശത്ത് ഇപ്പോഴും പുലികൾ ഇനിയും ഒരു 3ഓളം പുലി ഈ ഭാഗത്തുണ്ട് എന്ന് പറയുന്നു. ഫോറസ്റ്റ് അധികൃതർ ഇത് സംബന്ധിച്ച് പരിശോധന നടക്കുന്നുണ്ട്. അത് മാത്രമല്ല വീണ്ടും ഈ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുമെന്ന് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഏതായാലും താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ പറ്റൂ. പുലിയെ ഈ കൂട്ടിൽ കുടുങ്ങിയ സംഭവം ഇനിയും കൂടുതൽ ഈ മേഖലകളിൽ പുലിയുണ്ട്. ആ പുലിയെ കണ്ടെത്തണം, പിടികൂടണം എന്ന ഒരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ വരുന്നത്. ഏതായാലും വന്യമൃഗശല്യം ഈ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലൊക്കെ രൂക്ഷമായി മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണം, മറ്റൊരു ഭാഗത്ത് പുലിശല്യം. ഇത്തരത്തിൽ ജനജീവിതം വലിയ തോതിൽ, അതായത് ജനവാസ മേഖലകളിലാണ് ഇത്തരത്തിൽ വന്യമൃഗശല്യം എന്നതും ഏറ്റവും പ്രധാനമാണ്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കാട്ടാന, പുലി അങ്ങനെ ഈ വനത്തോട് ചേർന്നുള്ള മേഖലകളിൽ ജനമൊട്ടാകെ ഭീതിയിലാണ്. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ വേനൽക്കാലമാണ്. ഇവിടെയൊക്കെ പലപ്പോഴും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള പശ്ചാത്തലമുണ്ട്. വെള്ളത്തിൻ്റെ ക്ഷാമം കാടുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. നദികൾ വറ്റിവരേണ്ട സാഹചര്യമുണ്ട്. സ്വാഭാവികമായും വെള്ളം തേടി, ഭക്ഷണം തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇനിയും ഇറങ്ങാനുള്ള സാഹചര്യം സംസ്ഥാനത്തുടനീളമുണ്ട്. ഇതൊക്കെ പരിശോധിക്കേണ്ട സർക്കാരും വനംവകുപ്പുമാകട്ടെ ഉറക്കത്തിലുമാണ്. അതാ പുലി വന്നിട്ട് പിടിച്ചിട്ട് കൂട്ടില് ഞങ്ങളത് നെടുവോട്ട് നമ്മളെ ഗോവന്റെ വീട്ടിലെ കൂടിയിട്ട് വേമ്പാ ഞങ്ങളുടെ കുടുങ്ങിയ ഫോട്ടോ അയച്ചിട്ട് വേമ്പാ. മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. തിരുവനന്തപുരത്ത് സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മണ്ണ് പരിശോധനാ ലാബോറട്ടറിക്ക് NABL അംഗീകാരം. കേരളത്തിലെ ആദ്യത്തെ മണ്ണ് പരിശോധനാശാലയായ പാറാട്ടുകോണത്തെ ജില്ലാ മണ്ണ് പരിശോധനാ ലാബോറട്ടറിക്കാണ് അംഗീകാരം കിട്ടിയത്. മണ്ണിന്റെ അമ്ലത, ഇലക്ട്രിക്കൽ കണക്ടിവിറ്റി, ജൈവ കാർബൺ, ഫോസ്ഫറസ്, പൊട്ടാഷ്, സിങ്ക്, മാംഗനീസ്, അയൺ, കോപ്പർ എന്നീ ഘടകങ്ങളുടെ പരിശോധനയ്ക്കാണ് അംഗീകാരം ലഭിച്ചത്. കാർഷികാവശ്യത്തിനുള്ള ജലപരിശോധന, കുമ്മായം, ഡൊമൈറ്റ് എന്നിവയുടെ ഗുണപരിശോധനയും ഇവിടെ ലഭ്യമാണ്. ഇതിനു പുറമെ ജില്ലയിലെ 89 കൃഷിഭവനുകളിൽ നിന്ന് വിവിധ പദ്ധതികളുടെ ഭാഗമായി ലഭിക്കുന്ന സാമ്പിളുകൾ, കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന സാമ്പിളുകൾ, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പിളുകൾ എന്നിവ പരിശോധിച്ച് ഫലവും പരിഹാര മാർഗങ്ങളും അടങ്ങിയ സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യും. ഈ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രാവിഷ്കൃത സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി എന്ന പദ്ധതി വഴി പള്ളിച്ചാൽ, നെയ്യാറ്റിൻകര, ആര്യങ്കോട് സ്ലോക്കുകളിൽ നിന്നും 4580 മണ്ണുകൾ സാമ്പിളുകളായി പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് തയ്യാറാക്കി വരുന്നതായി ജില്ലാ മണ്ണ് പരിശോധന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് ഫിറോസ് പറഞ്ഞു. റെക്കഗ്നിഷൻ ലഭിക്കുന്നത് വഴി നമുക്ക് കർഷകർക്ക് കുറച്ചുകൂടി കൃത്യതയാർന്ന റിസൾട്ടുകൾ നൽകാനും കുറച്ചുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും അതായത് കാർഷിക മേഖലയിലെ അടിസ്ഥാന തത്വം സോയിൽ ടെസ്റ്റിംഗ് ആണെന്ന നിലയിൽ നമ്മുടെ കാർഷിക മേഖലയെ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും അതിൻ്റെ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാനും കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കൂടാതെ കഴിഞ്ഞ 3 വർഷമായി ജില്ലയിലൊട്ടാകെ പരിശോധിച്ച മണ്ണ് സാമ്പിളുകളുടെ അപഗ്രഥന ഫലം ക്രോഡീകരിച്ച് ജില്ലാതല സോയിൽ ഫെർട്ടിലിറ്റി മാപ്പ് പ്രകാശനം ചെയ്തിട്ടുണ്ട്. NABL അംഗീകാരം കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കും. വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പിനും ഈ സർട്ടിഫിക്കേഷൻ കൊണ്ട് സാധ്യമാകും. 3 വർഷമാണ് അംഗീകാരത്തിന് പ്രാബല്യമുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. തുടർച്ചയായി 3ാം തവണയും മഹാത്മാ പുരസ്കാരം നേടി പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത്. അതത് സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മഹാത്മാ പുരസ്കാരത്തിന് അർഹരാകുന്നത്. ആകെ സൃഷ്ടിച്ച തൊഴിൽ ദിനങ്ങൾ, മെറ്റീരിയൽ ഘടകത്തിൻ്റെ വിനിയോഗം, SC/ST മേഖലയിൽ നൽകിയ ശരാശരി തൊഴിൽ ദിനങ്ങൾ മുതലായ നിരവധി ഘടകങ്ങൾ വിലയിരുത്തിയാണ് മികച്ച തദ്ദേശ സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുന്നത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് 2ാം സ്ഥാനത്തെത്തിയത്. 3ാം സ്ഥാനം അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തും സ്വന്തമാക്കി. പത്തനംതിട്ട കൊടുമണ്ണിലെ കൈത്തറി കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നിലച്ചതോടെ
ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രങ്ങളും സർക്കാർ ഭൂമിയും ഉപയോഗശൂന്യമാകുന്നു. നെയ്ത്ത് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെ നിരവധി പേർക്കാണ് തൊഴിൽ നഷ്ടമായത്. ദളിത് ഹാൻഡ് വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൊടുമണ്ണിലെ നെയ്ത്തുശാലയാണ് പ്രവർത്തനം നിലച്ച് കാടുകയറി നശിക്കുന്നത്. നിരവധി പേർ തൊഴിൽ ചെയ്തിരുന്ന ഇവിടം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. നെയ്ത്തു പരിശീലനം ലഭിച്ച തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാണ് നെയ്ത്തു കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. സാരി, മുണ്ട്, ഷർട്ട്, കൈലി, ഷീറ്റ്, തോർത്ത് എന്നിവയായിരുന്നു ഇവിടെ നെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഇത് നിലച്ചു. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ആരംഭിക്കാതെ അവിടെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന അവിടുത്തെ മെഷീൻ എല്ലാം തന്നെ ദ്രവിച്ച് നാശമായി. ഇവിടെ ആ തരത്തിലേക്ക് ആ ഒരു വസ്തുവും അവിടുത്തെ ഉള്ള സാധനങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ടായി. പക്ഷെ ഒരു തരത്തിലുള്ള നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നോ ഇതുണ്ടായിട്ടില്ല. നെയ്ത്ത് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെ ലക്ഷങ്ങൾ വില വരുന്ന തറികളും ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിച്ചു. ഏത് സമയവും തകർന്നു വീഴാവുന്ന കെട്ടിടം ഇപ്പോൾ ഇഴജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും താവളമാണ്. തൊഴിൽ കേന്ദ്രത്തിന്റെ ഭൂമി ഉൾപ്പെടെ പ്രദേശങ്ങൾ കാടുകയറി നശിക്കുന്നതിനാൽ സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂർ ബീച്ച് റണ്ണിൽ പങ്കെടുത്ത് UAE ധനകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മാരി. UAE പ്രഖ്യാപിച്ച ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാണ് അദ്ദേഹം ബീച്ച് റണ്ണിൽ പങ്കെടുത്തത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കായിക കൂട്ടായ്മയിലൂടെ ഊഷ്മളമാക്കുന്ന വേദി കൂടിയായി കണ്ണൂർ പയ്യാമ്പലം ബീച്ച്. UAE ധനകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മാരി മുൻനിര അത്ലറ്റുകൾക്കും ഫിറ്റ്നസ് പ്രേമികൾക്കുമൊപ്പം കണ്ണൂർ ബീച്ചിലെ കമ്മ്യൂണിറ്റി റണ്ണിൽ തകർത്തോടി. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിനായിട്ടാണ് മന്ത്രി കേരളത്തിലെത്തിയത്. ആഗോള ആരോഗ്യ സംരംഭകനും ബീച്ച് റണ്ണിന്റെ മെന്ററുമായ ഡോക്ടർ ഷംഷീർ വയലിലിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അദ്ദേഹം ബീച്ച് റണ്ണിന്റെ ഭാഗമായത്. സാമൂഹ്യ സേവനം നടത്തുന്ന കൂട്ടായ്മകൾക്ക് ആദരമർപ്പിച്ച് 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയായി UAE പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ പ്രചരണാർത്ഥമാണ് അബ്ദുള്ള ബിൻ തൗഖ് അൽ മാരി ബീച്ച് റണ്ണിൽ പങ്കെടുത്തത്. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രശസ്ത കായിക താരം പ്രീജ ശ്രീധരനും പങ്കാളിയായി. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച കണ്ണൂർ ബീച്ച് റണ്ണിൽ ഈ വർഷം വിവിധ വിഭാഗങ്ങളിലായി 1000-ഓളം പേർ പങ്കെടുത്തു. എത്യോപ്യയിൽ നിന്നുള്ള 6 അന്താരാഷ്ട്ര റണ്ണർമാർ ബീച്ച് റണ്ണിന്റെ ഭാഗമായി. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴയ്ക്കു സാധ്യത. നാളെ 5 ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴ ചിലപ്പോൾ സംഭവിക്കുക. കൊച്ചി ആതിര ഗോൾഡ് സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ 1000-ലധികം പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അറസ്റ്റിലായ ആതിര ഗോൾഡ് ഉടമകളെ റിമാൻഡ് ചെയ്തു. പഴയ സ്വർണം നൽകിയാൽ നിശ്ചിത കാലാവധിക്ക് ശേഷം പുതിയ സ്വർണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ലക്ഷദ്വീപ്, വൈപ്പിൻ, കൊച്ചി, പറവൂർ, കൊടുങ്ങല്ലൂർ, ചെറായി എന്നീ മേഖലകളിലുള്ള സാധാരണക്കാരാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഇവരിൽ കൂടുതൽ പേരും സ്ത്രീകളാണ്. വൈപ്പിൻ പള്ളിപ്പുറം സ്വദേശികളും സഹോദരങ്ങളുമായ 2 തെക്കൽ RJ ആന്റണി, ജോസഫ്, ജോൺസൺ, ജോബി എന്നിവരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഈ സ്റ്റേഷനിൽ മാത്രം 200ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആതിര ഗോൾഡ് ജ്വല്ലറി ഉൾപ്പെടെ നിലവിലെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇവർക്ക് സ്ഥാപനങ്ങളുണ്ട്. മുൻകൂറായി തുക നൽകിയാൽ തുടർന്ന് തവണകളായി പണമടച്ചും സ്വർണം വാങ്ങാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. ഒപ്പം ചിട്ടി നടത്തിയും നിക്ഷേപം സ്വീകരിച്ചു. വിവാഹം കഴിക്കാനുള്ള ഒരുപാട് കുടുംബത്തിലുള്ള ആളുകളുടെയൊക്കെ സ്വർണം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്നിപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോഴാണ് കുറച്ചൊന്ന് പിരിഞ്ഞത്. എല്ലാ സാധാരണക്കാരാണ്. ആർക്കും ഒരു ഉണ്ടായിട്ടുള്ളതല്ല. എല്ലാവരും ഇല്ലായ്മക്കാർ തന്നെയാണ്. അപ്പം ഇവര് അവരെ മക്കളെ കെട്ടിക്കാനുള്ള ഇതിൽ കുറച്ച് ഗോൾഡ് നിക്ഷേപിച്ച് അവർക്ക് ആ പുതിയ ഗോൾഡ് എടുക്കുക. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല. അപ്പോൾ സ്വർണത്തിന് വില കൂടിയായതുകൊണ്ട് ആ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതേ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടൂലോ, നിങ്ങൾക്ക് പണിക്കൂലി കൊടുക്കാണ്ട് അങ്ങനെ വിശ്വസിച്ച് വാങ്ങിച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് സ്ഥാപനങ്ങളെല്ലാം പൂട്ടി ഉടമകൾ മുങ്ങിയത്. ഇതോടെ പരാതികളുടെ പ്രളയമായി. വിവാഹാവശ്യങ്ങൾക്കായി കരുതി വെച്ചിരുന്ന പണവും സ്വർണവും നിക്ഷേപമായി നൽകിയവരാണ് പലരും. 10 മുതൽ 100 പവൻ വരെ ഈട് നൽകിയവരും ഇതിലുണ്ട്. ന്യൂസ് 18 കൊച്ചി. രാവിലെ തുടരുകയാണ്. ഇനി നല്ല വാക്ക് കാണാം. അതിനുശേഷം കൂടുതൽ വാർത്തകൾ, തലക്കെട്ടുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ.